പ്രിയപ്പെട്ടവരെ, ആദ്യം തന്നെ പ്രസ് ക്ലബിനോട് നന്ദി രേഖപ്പെടുത്തട്ടെ. ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കാം ഇങ്ങനെ ഒരു മീറ്റ് ദ പ്രസ് പരിപാടി. മറ്റ് സമരങ്ങളുടെ കാര്യത്തിലും മറ്റ് വിഷയങ്ങളിലും പ്രസ് കോൺഫറൻസുകൾ നടത്തിയിട്ടുണ്ട്. പക്ഷേ പാർട്ടി പോളിറ്റ് ബ്യൂറോയിലോട്ട് തിരഞ്ഞെടുത്തതിന് ശേഷം ആദ്യമായിട്ടാണ് ഞാനൊരു പ്രസ് മീറ്റിൽ പങ്കെടുക്കുന്നത്. ഏപ്രിൽ 2 മുതൽ 6 വരെ മധുരയിൽ നടന്ന CPIMന്റെ 24ാം പാർട്ടി കോൺഗ്രസ് വളരെ നിർണായകമായ ഒരു ഘട്ടത്തിൽ ആണ് ഈ പാർട്ടി കോൺഗ്രസ് നടന്നിരിക്കുന്നത്. വളരെ ഐക്യത്തോടെ ഇന്ന് ഇന്ത്യ ഭരിക്കുന്ന BJP NDA കൂട്ടുകെട്ടിനെതിരെയും വർഗീയ ഫാസിസ്റ്റുകൾക്കെതിരെയും വർഗീയ കോർപ്പറേറ്റ് കൂട്ടുകെട്ടിനെതിരെയും വലിയ സമരങ്ങൾ ഉയർത്തിക്കൊണ്ടുവരാനുള്ള തീരുമാനമാണ് ഈ സമ്മേളനത്തിൽ എടുത്തിരിക്കുന്നത്. അതിൻ്റെ ഒപ്പം തന്നെ കഴിഞ്ഞ 10 വർഷങ്ങൾക്കിടയിൽ തൊഴിലാളികളും കർഷകരും നിരന്തരം സമരമുഖത്താണ്. സമരമുഖത്തും എന്ന് മാത്രമല്ല, ആ സമരങ്ങളിലൂടെ ഭരണകൂടങ്ങൾ മുട്ടുമടക്കിക്കൊണ്ട് നമ്മുടെ ആവശ്യങ്ങൾ അംഗീകരിക്കേണ്ടി വരുന്ന രീതിയിലുള്ള സമരങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് 2018 നടന്ന നാസിക് മുംബൈ കിസാൻ ലോങ് മാർച്ച് ആയാലും, അന്ന് മഹാരാഷ്ട്രയിലെ BJP സർക്കാർ ദേവേന്ദ്ര ഫഡ്നവിസ് മുട്ടുമടക്കിക്കൊണ്ട് 12 ആവശ്യങ്ങളും അംഗീകരിക്കുന്ന രീതിയിലും, രാജസ്ഥാനിൽ വസുന്ധര രാജെ സർക്കാർ എല്ലാ ആവശ്യങ്ങളും അംഗീകരിക്കുന്ന രീതിയിലും, അതിനു മുമ്പ് തന്നെ ഭൂമി ഏറ്റെടുക്കൽ ഓർഡിനൻസ് വന്നപ്പോൾ അതിനെതിരെ ഭൂമി അധികാർ ആന്തോലൻ എന്ന ഒരു കൂട്ടായ്മ, വെറും അഖിലേന്ത്യാ കിസാൻ സഭ മാത്രമല്ല മറ്റ് കർഷക സംഘടനകളും ആദിവാസി ദലിത് സംഘടനകളും യോജിച്ചുകൊണ്ട് നടത്തിയ ഒരു സമരം, അതിൻ്റെ അടിസ്ഥാനത്തിൽ ഭൂമി ഏറ്റെടുക്കൽ ഓർഡിനൻസ് 3 പ്രാവശ്യം പാർലമെന്റിൽ അവതരിപ്പിക്കാൻ ശ്രമിച്ച നരേന്ദ്രമോദി സർക്കാർ പിൻവലിക്കേണ്ടി വരുന്നു. പിന്നീട് മൺസോറിൽ ജൂൺ 2017 6 കർഷകരെയാണ് BJP സർക്കാർ വെടിവെച്ച് കൊന്നത്. അതിനെതിരെ അഖിലേന്ത്യാ കിസാൻ സംഘർഷ് കോർഡിനേഷൻ കമ്മിറ്റി എന്ന ഒരു കൂട്ടായ്മ 2 വിഷയങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു ഐക്യം, അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവും, പക്ഷേ 2 വിഷയങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു ഐക്യം. ഒന്ന്, കർഷകന്റെ വിളകൾക്ക് ന്യായമായ വില ലഭിക്കണമെന്നും കർഷകന്റെ കടം എഴുതി തള്ളണം, കടാശ്വാസം എന്ന ആവശ്യം മുന്നോട്ട് വെച്ചുകൊണ്ട് 250ഓളം കർഷക സംഘടനകളുടെ ഒരു കൂട്ടായ്മ. 2020 ശേഷം ജൂൺ മാസത്തിൽ കൊണ്ടുവന്ന 3 കർഷകദ്രോഹ നിയമങ്ങൾക്കെതിരെ ഏകദേശം 500ഓളം കർഷക സംഘടനകളാണ് സംയുക്ത കിസാൻ മോർച്ചയുടെ ഭാഗം. ആ സമരത്തിൽ പക്ഷേ ഒരു പ്രത്യേകത, കർഷക തൊഴിലാളികളും യോജിച്ച് നടത്തിയ ഒരു സമരമാണ്. തൊഴിലാളി വർഗത്തിന്റെ എല്ലാ സംഘടനകളും, സെൻട്രൽ ട്രേഡ് യൂണിയൻസ് സംയുക്ത കിസാൻ മോർച്ചയായിട്ട് വളരെ കോർഡിനേറ്റഡ് രീതിയിലാണ് ആ സമരം മുന്നോട്ട് കൊണ്ടുപോയത്. 380 ദിവസം നീണ്ടുനിന്ന ആ സമരത്തിൽ 736 സമരസഖാക്കളാണ് മരിച്ചു വീണത്. ഒരു കോവിഡ് കാലത്തിൽ, ലോക്ക്ഡൗൺ സമയത്ത് ആ മഹാമാരിയുടെ ഭീതി നിലനിൽക്കുമ്പോഴാണ് കർഷകരും തൊഴിലാളികളും ആ സമരം നടത്തിയത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നരേന്ദ്രമോദി സർക്കാർ മുട്ടുമടക്കിക്കൊണ്ട് ആ 3 നിയമങ്ങൾ പിൻവലിക്കേണ്ടി വരും. പക്ഷെ ഇന്ന് വീണ്ടും മൂന്നാമതും നരേന്ദ്രമോദി സർക്കാർ വീണ്ടും വരുമ്പോൾ ആ നിയമങ്ങൾ വീണ്ടും കൊണ്ടുവരാനുള്ള ശ്രമമാണ്, ലേബർ കോഡ് നടപ്പിലാക്കാനുള്ള ശ്രമം നടക്കും. അപ്പോൾ ഈ പാർട്ടി കോൺഗ്രസിൽ മെയ് 20 തൊഴിലാളി വർഗ പ്രസ്ഥാനം ഒരു പൊതുപണിമുടക്ക് എന്ന തീരുമാനവും, അതേ ദിവസം കർഷകരും കർഷക തൊഴിലാളികളും ഗ്രാമീൺ ഭാരത് ഹർത്താൽ എന്ന തീരുമാനം എടുത്തിരിക്കുന്നു. അതിന് എല്ലാവിധ പിന്തുണയും നൽകിക്കൊണ്ടാണ് പാർട്ടി കോൺഗ്രസ് തീരുമാനമെടുത്തത്. അതിൻ്റെ ഒപ്പം തന്നെ ഇന്ന് വലിയ രീതിയിൽ സാമ്രാജ്യത്വത്തിൻ്റെ ഒരു കടന്നുകയറ്റം നിരവധി രാജ്യങ്ങളിൽ നമ്മൾക്ക് കാണാൻ കഴിയുന്നുണ്ട്. പാലസ്തീനെതിരെ ഇസ്രയേലിൻ്റെ വലിയ രീതിയിലുള്ള അക്രമങ്ങൾ, ഒരു റിപ്പോർട്ട് പ്രകാരം 2 ലക്ഷത്തിലധികം ആൾക്കാർ കൊല്ലപ്പെട്ടിരിക്കുന്നു എന്നാണ്. അത് വെടിനിർത്തൽ കരാർ ലംഘിച്ചുകൊണ്ട് ഇപ്പോൾ വീണ്ടും തുടങ്ങിയിരിക്കുന്നു. അതിൻ്റെ ഒപ്പം തന്നെ ട്രംപ് അധികാരത്തിൽ വന്നതിന് ശേഷം ഒരു താരിഫ് യുദ്ധം, ഇന്ത്യയെ പോലെ രാജ്യങ്ങളുടെ മുകളിൽ വലിയ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് ഇന്ത്യയിലോട്ട് ഇറക്കുമതി ചെയ്യുന്ന
കാർഷികോൽപ്പന്നങ്ങളായാലും മറ്റ് വസ്തുക്കൾക്കും ചുങ്കം ഉണ്ടായിക്കൂടാ, ഇമ്പോർട്ട് ഡ്യൂട്ടീസ് ഉണ്ടായിക്കൂടാ എന്ന ദിശയിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കേന്ദ്രം ഭരിക്കുന്ന BJP സർക്കാർ മുമ്പും ആസിയാൻ കരാറിന് അനുകൂലമായി നിന്നവരാണ്. RCEP കരാറിൽ ഒപ്പിടാൻ ഏകദേശം തയ്യാറായ ഒരു കൂട്ടുകെട്ടാണ്. ഇന്ന് യൂറോപ്യൻ യൂണിയനായിട്ടും മറ്റ് 56 രാജ്യങ്ങളുമായിട്ട് സ്വതന്ത്ര വ്യാപാര കരാറുകളിലോട്ട് മുന്നോട്ട് പോകുന്ന ഒരു സർക്കാരാണ്. പക്ഷെ അങ്ങനെ ഒരു സർക്കാർ ഇന്ന് മറ്റ് രാജ്യങ്ങളുടെ ഒരു റെസ്പോൺസ് നമ്മൾ കാണുന്നതാണ്. 26% റെസിപ്രോക്കൽ ടാരിഫ്സ് ഇടുമ്പോൾ മറ്റ് രാജ്യങ്ങൾ അതിനെതിരെ തിരിച്ചടിക്കുമ്പോൾ ഇന്ത്യൻ സർക്കാർ ഇതുവരെ ഒന്നും തന്നെ അതിനെതിരെ സംസാരിച്ചിട്ടില്ല. അങ്ങനെ ഒരു സാഹചര്യം കൂടുതൽ രൂക്ഷമായ ഒരു കാർഷിക പ്രതിസന്ധിയിലോട്ട് നമ്മൾ പോകാനിരിക്കുന്ന ആ ദിശയിലോട്ടാണ് ഈ നയങ്ങൾ കൊണ്ടുപോകുന്നത്. ഇന്ന് തന്നെ കഴിഞ്ഞ 2014 മുതൽ 24 വരെ നമ്മൾ ഈ കാലാവധിയിൽ നരേന്ദ്രമോദി ഭരിച്ച കഴിഞ്ഞ 10 വർഷങ്ങൾക്കിടയിൽ സർക്കാർ കണക്ക് പ്രകാരം 1,20,000-ത്തിനടുത്ത് കർഷകരും കർഷക തൊഴിലാളികളും ആത്മഹത്യ ചെയ്തു എന്നാണ്. അതേ കാലത്തിൽ ഏകദേശം 3.25 ലക്ഷം ദിവസക്കൂലിക്ക് തൊഴിലെടുക്കുന്നവർ, ഗ്രാമങ്ങളിൽ നിന്ന് തൊഴിൽ തേടി നഗരങ്ങളിലോട്ട് പലായനം ചെയ്യുന്നവർ ആത്മഹത്യ ചെയ്തു എന്നാണ്. അപ്പോൾ ഈ കർഷകരുടെയും തൊഴിലാളികളുടെയും ദുരിതം കൂടുതൽ വർദ്ധിക്കുന്ന രീതി. മറ്റ് പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിറ്റുതുലക്കുന്ന ഒരു സമീപനം. ഒരു ഉദാഹരണം കേരളത്തിൽ നിന്നും പത്രത്തിൽ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ വരാത്തൊരു കാര്യമാണ്. എന്തെന്നാൽ നമ്മൾ 2014 ഒരു കാലഘട്ടത്തിൽ അണ്ണാ ഹസാറേന്റെയും ഇന്ത്യ അഗൈൻസ്റ്റ് കറപ്ഷൻ ഈ സമരങ്ങൾ നമ്മളൊക്കെ കണ്ടാണ്. അന്ന് ഉണ്ടായിരുന്ന അഴിമതിക്കെതിരെ എന്ന രീതിയിൽ സമരം. ഇന്ന് ഇലക്ട്രിസിറ്റി സെക്ടർ വലിയ രീതിയിൽ പ്രൈവറ്റൈസേഷൻ നടന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ചണ്ഡീഗഡിലത്തെ പൊതുമേഖലാ സ്ഥാപനം ശരാശരി 200 കോടി ഒരു വർഷം ലാഭം നേടിക്കൊണ്ടിരുന്ന ഒരു പ്രസ്ഥാനമാണ്. അത് ബേസ് ബിഡിംഗ് പ്രൈസ് 174 കോടി മാത്രമാണ്. 22,000 കോടിയുടെ ആസ്തിയുള്ളത് ഗോയങ്കക്ക് വിറ്റത് 871 കോടിക്ക് മാത്രമാണ്. എസ്മയും മറ്റും നടപ്പിലാക്കിയിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ വലിയ സമരങ്ങൾ നടക്കുന്നുണ്ട്. അത് ഇടതുപക്ഷം മാത്രമല്ല, ഇന്നലെ ഉത്തർപ്രദേശിലെ വലിയ സമരങ്ങൾ, അവിടെയും 2 പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഇലക്ട്രിസിറ്റി സെക്ടറിൽ അത് പ്രൈവറ്റൈസ് ചെയ്യാൻ ആ ദിശയിലോട്ട് പോകുന്നു. ഹിമാചൽ, കോൺഗ്രസ് ഭരിക്കുന്ന ഹിമാചൽ വലിയ സമരങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. അപ്പം ആ രീതിയിൽ നിരവധി സമരങ്ങൾ ഉയർന്നു വരുന്നൊരു സാഹചര്യമാണ്. കഴിഞ്ഞ 10 വർഷങ്ങൾക്കിടയിൽ ഈ സമരങ്ങൾ കാരണം പ്രത്യേകിച്ച് ഉത്തരേന്ത്യയിൽ നിരവധി പുതിയ കോൺടാക്ട്സ് പാർട്ടിയുടെ അടുത്തോട്ട് വന്നിട്ടുണ്ട്. അവരെ പാർട്ടിയിൽ അണിനിർത്തിക്കൊണ്ട് ഈ സമരത്തിൻ്റെ നേട്ടങ്ങൾ അത് കൺസോളിഡേറ്റ് ചെയ്തുകൊണ്ട് പാർട്ടിയുടെ അടിത്തറ വ്യാപിപ്പിച്ചുകൊണ്ട് വലിയ സമരങ്ങൾ ഈ സർക്കാരിനെതിരെ, കോർപ്പറേറ്റ് വർഗീയ സർക്കാരിനെതിരെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും ഈ പാർട്ടി കോൺഗ്രസിൽ ഒരു വലിയ മാറ്റം നമ്മൾ കാണുന്നുണ്ട്. പാർട്ടി കോൺഗ്രസ് സെൻട്രൽ കമ്മിറ്റിയിൽ മാത്രമല്ല, എല്ലാ സംസ്ഥാനങ്ങളിലും താഴെത്തട്ട് മുതൽ, അത് ലോക്കൽ കമ്മിറ്റി ആയാലും ഏരിയ കമ്മിറ്റി, ജില്ലാ കമ്മിറ്റി, സംസ്ഥാന കമ്മിറ്റികളിൽ വലിയ രീതിയിൽ ചെറുപ്പക്കാർ ലീഡർഷിപ്പിലോട്ട് വന്നിട്ടുണ്ട്. പാർട്ടി കോൺഗ്രസിൽ തന്നെ കേന്ദ്ര കമ്മിറ്റിയിലോട്ട് ഏകദേശം 30 പുതുമുഖങ്ങളാണ് കേന്ദ്ര കമ്മിറ്റിയിലോട്ട് വന്നിരിക്കുന്നത്. 20% സ്ത്രീകൾ പാർട്ടി കേന്ദ്ര കമ്മിറ്റിയിൽ. ഇതും ഒരു സമീപകാലത്ത് ഇത്രയും സ്ത്രീകൾ പാർട്ടി കേന്ദ്ര കമ്മിറ്റിയിൽ ഉണ്ടായിട്ടില്ല. ഇന്നത്തെ കാലഘട്ടത്തിൽ ഉയർന്നു വരുന്ന പ്രശ്നങ്ങൾക്ക് വേണ്ടുന്ന രീതിയിൽ അതിനൊത്ത രീതിയിൽ സമരങ്ങൾ ഉയർത്തിക്കൊണ്ടുവരാനും ആൾക്കാരെ അണിനിർത്താനും കഴിവുള്ളവരെ വലിയ രീതിയിൽ പാർട്ടി കേന്ദ്ര കമ്മിറ്റിയിൽ കൊണ്ടുവരും. അങ്ങനെ ഒരു ഈ തീരുമാനങ്ങളാണ് പാർട്ടി കോൺഗ്രസ് മെയിൻലി എടുത്തിരിക്കുന്നത്. ഇനി എനിക്ക് തോന്നുന്നു അവര് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്ന താരിഫ് ഇന്ത്യക്ക് ഗുണകരമാവുമെന്നാണ് വ്യാപാര രംഗത്ത്, ഈ എക്സ്പോർട്ട് രംഗത്തൊക്കെയുള്ളവർ പറയുന്നത്.
കണ്ണൂരാണെങ്കിൽ അതായത് 300 കോടിയുടെ അടുത്താണ് കണ്ണൂർ എന്നുള്ള ടെക്സ്റ്റൈൽ എക്സ്പോർട്ട്. മറ്റ് കോമ്പറ്റീഷൻസ് വരുന്നത് ബംഗ്ലാദേശ്, പാകിസ്ഥാൻ, ശ്രീലങ്ക തുടങ്ങിയ രാജ്യങ്ങളാണ്. അപ്പോൾ ഈ രാജ്യങ്ങൾക്കെല്ലാം ഇന്ത്യയേക്കാൾ കൂടുതലായിരിക്കും. അപ്പോൾ ഇവിടെ നിന്നുള്ള എക്സ്പോർട്ട് കൂടാനാണ് സാധ്യതയാണ് അവർ പറയുന്നത്. ഇല്ല, ഒരു അതിൽ നമ്മൾ കാണേണ്ടത് ഒരു ഇന്ത്യ ഇന്നും കാർഷിക മേഖലയാണ് കൂടുതലും. ഒന്ന് വർക്ക് ഫോഴ്സ് ഇൻ അഗ്രികൾച്ചറാണ് ഏറ്റവും കൂടുതൽ. കൃഷിയാണ് ഏറ്റവും വലിയ രീതിയിൽ ബാധിക്കപ്പെടാൻ പോകുന്നത്. ഒന്ന് ക്ഷീരകർഷകർ. ഇന്നിപ്പോൾ RCEP-യിൽ ന്യൂസിലാൻഡും ഓസ്ട്രേലിയ ഒക്കെ ഉൾപ്പെടുന്നുണ്ട്. അവരൊരു 100 ലിറ്റർ ഉൽപ്പാദിപ്പിക്കുന്നുണ്ടെങ്കിൽ ആകെ 6 ലിറ്റർ മാത്രമാണ് അവിടെ ചെലവാക്കാൻ പറ്റുന്നത്. അപ്പോൾ അത് ഒരു ഇമ്പോർട്ട് ഡ്യൂട്ടി ഇല്ലാതെ ഇങ്ങോട്ട് വരണം എന്ന രീതി. അമേരിക്കയിൽ നിന്ന് തന്നെ ഗോതമ്പ്, ചോളം, അതിൻ്റെ ഒപ്പം തന്നെ ഹോർട്ടിക്കൾച്ചറൽ ക്രോപ്സ്, ആപ്പിളും പിന്നെ ഈ ബദാം, വാൾനട്ട്, ഇതൊക്കെ വലിയ രീതിയിൽ ഇന്ത്യയുടെ ജമ്മു കശ്മീർ, ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡിലൊക്കെ കർഷകരെ വലിയ രീതിയിൽ ബാധിക്കുന്നത്. ഇന്ത്യയിലെ വലിയ രീതിയിൽ ക്ഷീര മേഖലയിൽ സ്ത്രീകളാണ് അതിൽ മെയിൻലി സ്ത്രീകളാണ് ക്ഷീര കർഷകരായിട്ട് വലിയ സംഖ്യ. അവരെ വലിയ രീതിയിൽ ബാധിക്കും. ഇന്ന് ഇന്ത്യ ഏറ്റവും വലിയ, പക്ഷെ ചില സെക്ടർ ആയിരിക്കാം, ചില സെക്ടേഴ്സ്. പക്ഷെ നമ്മൾ കാണേണ്ടത് ഒന്ന് MSME വലിയ രീതിയിൽ ബാധിക്കപ്പെടാം, ഫാർമസ്യൂട്ടിക്കൽസ് ബാധിക്കപ്പെടാം, പിന്നെ കൃഷി. അതാണ് നമ്മൾ കാണുന്നത്. ഈ മറൈൻ അല്ല, ഇപ്പൊ ഒന്ന് നമ്മൾ കാണേണ്ടത് ഇന്ത്യയുടെ ടാരിഫ്സ് ഇപ്പോൾ തന്നെ WTO പറയുന്നതിൽ കുറവാണ് ഇന്ത്യയുടെ ടാരിഫ്സ്. അപ്പോൾ അമേരിക്കയും മറ്റ് യൂറോപ്യൻ കൺട്രീസ് വലിയ സബ്സിഡീസാണ്. യൂറോപ്യൻ യൂണിയന്റെ ബഡ്ജറ്റിൽ ഏകദേശം 48% കൃഷിക്ക് വേണ്ടി നീക്കി വെക്കുന്നത്. എന്നിട്ട് ഇന്ത്യയിൽ സബ്സിഡി നൽകിക്കൂടാ എന്നാണ്. നമ്മൾ ഈ MSP നൽകിക്കൂടാ, നമ്മൾ പബ്ലിക് പ്രൊക്യൂർമെന്റ് ഉണ്ടായിക്കൂടാ, സർക്കാർ സംഭരണം ഉണ്ടായിക്കൂടാ, പബ്ലിക് സ്റ്റോറേജ് ഉണ്ടായിക്കൂടാ. ഇതൊക്കെ ഇല്ലാതാക്കാനുള്ള ശ്രമമാണ്. അപ്പോൾ ഇന്ത്യൻ ഭരണകൂടം ഇന്ന് ഈ താരിഫ് യുദ്ധത്തിൽ തന്നെ അവർ 10% ബേസ് താരിഫും പിന്നെ 9-ാം തീയതി മുതൽ 26% താരിഫും എന്നതാണ്. അപ്പോൾ ഈ ഒരു നിലപാട് ട്രംപ് സർക്കാർ സ്വീകരിക്കുമ്പോൾ അതിനെതിരെ ഇന്ത്യൻ സർക്കാരിൻ്റെ, ഇന്ത്യൻ കർഷകർക്ക് വേണ്ടി, ഇന്ത്യൻ ജനതയ്ക്ക് വേണ്ടി ഒരു നിലപാട് സ്വീകരിക്കേണ്ടതുണ്ട്. നമ്മൾ അന്ന് ഇറക്കിയ ഒരു അഖിലേന്ത്യാ കിസാൻ സഭ ഇറക്കിയ ഒരു സ്റ്റേറ്റ്മെന്റ്, മുമ്പ് സൈമൺ ഗോ ബാക്ക് എന്ന രീതിയിൽ വലിയ സമരങ്ങൾ നടത്തിയിട്ടുണ്ട്. നമ്മൾ ഇപ്പോൾ വാൻസ് ഇങ്ങോട്ട് വരാൻ ഒരു തീരുമാനമെടുത്തു. അതിനെതിരെ വാൻസ് ഗോ ബാക്ക് എന്ന രീതിയിൽ വലിയ സമരം ഉയർത്തിക്കൊണ്ടുവരണം എന്നാണ്. ഈ മാസം 20-21-ാം തീയതി സംയുക്ത കിസാൻ മോർച്ചയുടെ നാഷണൽ കോർഡിനേഷൻ കമ്മിറ്റി ഉണ്ട്. അതിൽ നമ്മൾ ആ ദിശയിലോട്ട് ചില തീരുമാനങ്ങൾ. ഇല്ല, പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റ് ചില സെക്ടേഴ്സിൽ വരുന്നതിനോട് പാർട്ടിക്ക് എതിർപ്പില്ല. പക്ഷെ ഏത് വിധത്തിലാണ് ആ ഇൻവെസ്റ്റ്മെന്റ് വരുന്നത്, വാട്ട് ആർ ദ കണ്ടീഷൻസ്, ഇതൊക്കെ വലിയ ഘടകങ്ങളാണ്. ഇപ്പോൾ കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ പൊതുമേഖലാ സ്ഥാപനങ്ങൾ വളരെ സിക്ക് യൂണിറ്റ്സ് ആയത് അത് കൂടുതൽ വീണ്ടും പ്രവർത്തിപ്പിച്ചുകൊണ്ട് അത് ലാഭം നേടുന്ന രീതിയിലോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ പ്രാവശ്യം കേരളത്തിൽ നടന്ന പാർട്ടി സമ്മേളനം, കേരള സംസ്ഥാന സമ്മേളനം, അതിൽ ചില എക്സ്ട്രീംലി സിക്ക് യൂണിറ്റ്സ് അതിലോട്ട് പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പ് എന്ന രീതിയിൽ ആലോചിക്കാമെന്ന് പറഞ്ഞു. പക്ഷെ നമ്മൾക്ക് സംസ്ഥാന സർക്കാരിന് അതിനെ സംരക്ഷിക്കാൻ കഴിയുമെങ്കിൽ അതിനാണ് പ്രാഥമികത, അതിലൊരു സംശയമില്ല.
പിന്നെ നമ്മൾ കാണേണ്ടത് കേന്ദ്ര സർക്കാർ ഈ ഫെഡറൽ വ്യവസ്ഥയിൽ എല്ലാ വിധത്തിലും സംസ്ഥാന സർക്കാരുകളുടെ അധികാരങ്ങൾ എല്ലാം ഇല്ലാതാക്കുന്ന ഒരു സമീപനമാണ്. ആ ഒരു സാഹചര്യത്തിൽ ചില സെക്ടേഴ്സിൽ ഇൻവെസ്റ്റ്മെന്റ് വേണമെങ്കിൽ വേറെയും നമ്മൾ വേറെ അവന്യൂസ് നോക്കണ്ടേ, അങ്ങനെ കണ്ടാൽ മതി. പക്ഷെ ഈ നാട്ടിലെ കർഷകന്റെയും കർഷക തൊഴിലാളികളുടെയും അവകാശങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് മാത്രമേ ആ വിശ്വാസം CPM-ന്റെ പോളിറ്റ് ബ്യൂറോ മെമ്പർ എന്ന നിലയ്ക്കും നിരവധി വർഷങ്ങൾ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലും കർഷക പ്രസ്ഥാനത്തിലും പ്രവർത്തിച്ചു വരുന്ന ഒരാൾ എന്നതിലും LDF സർക്കാരിനെ പറ്റി അങ്ങനെ ഒരു വിശ്വാസം എനിക്കുണ്ട്. കഴിഞ്ഞ ദിവസമാണ് ഈ ഗവർണറുടെ ഇങ്ങനെയുള്ളൊരു ഇതിനെതിരെ സുപ്രീം കോടതി ശക്തമായൊരു നിലപാടുണ്ട്. അത് നമ്മൾ മുമ്പേ പറഞ്ഞുകൊണ്ടിരുന്ന CPM-ന്റെ ഒരു പൊസിഷൻ മുമ്പ് തൊട്ട് തന്നെ ഒന്ന് ഈ ഗവർണർ മുമ്പ് ഒരു കൊളോണിയൽ ആ കാലഘട്ടത്തിൽ ബ്രിട്ടീഷ് സർക്കാരിന്റെ ഒരു റെപ്രസെന്റേറ്റീവ് എന്ന രീതിയിൽ അതേ രീതിയിലാണ് ഇന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. സംസ്ഥാനങ്ങളിൽ എന്തെങ്കിലും രാഷ്ട്രീയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ ആ സംസ്ഥാന സർക്കാരുകൾക്ക് നിരന്തരം പ്രശ്നങ്ങൾ ബില്ലുകൾ പാസ്സാക്കാതിരിക്കുക, അതിനെതിരെയാണ് CPIM എടുത്ത നിലപാടാണ് ഇന്ന് സുപ്രീം കോടതിയിൽ ഈ തമിഴ്നാടിന്റെ ഗവർണറിനെ പറ്റി വന്ന ജഡ്ജ്മെന്റിൽ ആ നിലപാട് ശരിവെക്കുന്ന രീതിയിലാണ് സുപ്രീം കോടതിന്റെ. അന്ന് ഇടതുപക്ഷ സർക്കാരും CPIM-ഉം പറഞ്ഞതിനെ മാധ്യമങ്ങളായാലും ഇവിടുത്തെ പ്രതിപക്ഷമായാലും അതിനൊപ്പം നിന്നല്ല. അവർ മേക്കിംഗ് എന്താ ഒരു ഇവിടെ ഒരു ക്രൈസിസ്, ഇടതുപക്ഷത്തിന് ഒരു ക്രൈസിസ് വരുന്നതിൽ സന്തോഷിച്ചുകൊണ്ടിരിക്കുന്ന രീതിയിൽ ഞാൻ കൂടുതലും പഠിച്ച കർണാടകയിലാണ്. അപ്പ സത്ര ഉള്ളേതു തിത്തിಗೆ ആമ്പടെ സിഗത്തെ ഒരു ചൊല്ലുണ്ട്. അച്ഛൻ മരിച്ചാൽ നല്ലത് ചത്തോറൂട്ടലിന് വട കിട്ടും എന്നുള്ള രീതിയിൽ ഒരു ഇത്. അതേ രീതി മലയാളത്തിലും ഒരു ചൊല്ല് ഉണ്ട് ആരോ എന്നോട് പറഞ്ഞു. അപ്പൊ അപ്പൊ ആ രീതിയിലുള്ള ഒരു നിലപാട് സ്വീകരിക്കുന്ന ഇന്നലെ ഇപ്പോ ചില കോൺഗ്രസ് നേതാക്കൾ ഗവർണറിന്റെ ഇതിനോട് യോജിപ്പില്ല എന്ന രീതിയിൽ ഇന്നലെയാണ് അവരെ മാത്യു എൻ്റെ കൂടെ JNU-ൽ ഉണ്ടായ ഒരു JNU NSU അതിന്റെ നേതാവായിരുന്നു. അപ്പൊ ഇന്നലെ പറയുന്നത് ഞാൻ കേട്ടു. പ്രതിപക്ഷത്തിലെ പാർട്ടികൾ എന്ന് പറയുമ്പോൾ ഒന്ന് ഏറ്റവും വലിയ പ്രതിപക്ഷം കോൺഗ്രസ്സാണ്. കോൺഗ്രസ് ഈ നയങ്ങൾ കൊണ്ടുവന്ന നവലിബറൽ നയങ്ങൾ കൊണ്ടുവന്നത് കോൺഗ്രസ്സാണ്. അതേ നയങ്ങളായിരുന്നു പ്രത്യേകിച്ച് UPA രണ്ടാമത്തെ സർക്കാർ ഇല്ലപ്പോഴും അതേ നയങ്ങളാണ് നടപ്പിലാക്കിയത്. അന്ന് നിലവിലുള്ള കാർഷിക പ്രതിസന്ധിക്കെതിരെയും തൊഴിലില്ലായ്മക്കെതിരെയും അഴിമതിക്കെതിരെയും വലിയ രീതിയിൽ പ്രചരണം നടത്തിക്കൊണ്ടാണ് നരേന്ദ്രമോദി വന്നത്. ആ കാർഷിക പ്രതിസന്ധി ഇല്ലാതാവും, കർഷകരുടെ ആത്മഹത്യകൾ ഇല്ലാതാവും, കർഷകന്റെ ആദായം ഇരട്ടിപ്പിക്കും എന്നൊക്കെ പറഞ്ഞു വന്നൊരു സർക്കാരാണ്. പക്ഷേ മിക്ക രാഷ്ട്രീയ പാർട്ടികളും ഈ നയങ്ങളോട് ഒരു എതിർപ്പില്ല. അപ്പോൾ ഒരു സ്റ്റോപ്പ് ഗ്യാപ്പ് സൊല്യൂഷൻസ് ആണ് അവർ തരുന്നത്. ഇപ്പോൾ പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി ഒരു വർഷത്തിൽ 6000 രൂപ നൽകുന്നു. ഏകദേശം ആദ്യം അനൗൺസ് സമ്മാൻ നിധിയെ പറ്റി പറഞ്ഞപ്പോൾ 14 കോടി കർഷകർക്ക് ലഭിക്കുമെന്ന്. ഇന്ന് ആ കണക്ക് നോക്കിയാൽ 8 കോടി 6 കോടി കർഷകർ എവിടെ പോയി എന്നറിയില്ല. ഇപ്പൊ ഏകദേശം 8 കോടിയാണ്. ചില വർഷങ്ങൾക്ക് അത് മുഴുവനായിട്ട് കിട്ടുന്നുമില്ല. പക്ഷേ കർഷകരുടെ വിളകൾക്ക് മുമ്പ് നൽകിയ വാഗ്ദാനം മാതിരി ഉൽപാദന ചെലവിനേക്കാളും 50% കൂടുതൽ താങ്ങുവില ഉറപ്പുവരുത്താൻ കഴിയും. ഈ 6000 നമ്മൾക്ക് വേണ്ട. നമ്മളെ ഉൽപാദന ചെലവിനേക്കാളും 50% കൂടുതൽ കിട്ടിയാൽ ഈ 6000 രൂപ നമ്മൾക്ക് കിട്ടേണ്ട കാര്യമില്ല. നമ്മൾ കേരളത്തിലെ പ്രത്യേകിച്ച് മാധ്യമങ്ങളിലുള്ളവരും ഇവിടുത്തെ കേരളത്തിലെ ജനതയും മനസ്സിലാക്കേണ്ടത്, ഞാൻ വരുന്ന
കരിവള്ളൂർ പെരളം പഞ്ചായത്തിൽ ഒരു ഹെക്ടറിന് പഞ്ചായത്ത്, ഇവിടുത്തെ ഒരു ചെറിയ ഗ്രാമപഞ്ചായത്ത് ഏകദേശം 30,000 രൂപ സബ്സിഡി നൽകുന്നുണ്ട്. ഇന്ത്യ ഭരിക്കുന്ന സർക്കാരിന്റെ പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി 6,000 രൂപ മാത്രമാണ്. നെല്ല് സംഭരിക്കുന്നത് ഏറ്റവും കൂടുതൽ നൽകിക്കൊണ്ടാണ് കേരളത്തിൽ നെല്ല് സംഭരിക്കുന്നത്. ഉൽപ്പാദിപ്പിക്കുന്നതിന്റെ 85% ഏകദേശം നെല്ല് സംഭരിക്കുന്നുണ്ട്. അത് മറ്റു സംസ്ഥാനങ്ങളിൽ അങ്ങനെയല്ല. ഞാൻ ബീഹാറിൽ ഇതിനടുത്ത് ജസ്റ്റ് കഴിഞ്ഞ മാസം ബീഹാറിൽ പോയിട്ട് ഒരു ക്വിന്റൽ നെല്ല് 800-നും 1000-നും കൂടിപ്പോയ 1200-ന് വിൽക്കേണ്ടി വരുന്ന സാഹചര്യം. എൻ്റെ കൂടെ JNUവിൽ ചൈനീസ് ലാംഗ്വേജ് പഠിച്ച് ഒരു MNCയിൽ ചൈനീസ് ലാംഗ്വേജ് എക്സ്പെർട്ടായി പ്രവർത്തിച്ച ഒരാൾ നവാദ ജില്ലയിൽ 7 ഏക്കർ ഭൂമി കൃഷി ചെയ്തുകൊണ്ട്, നെൽകൃഷി ചെയ്തുകൊണ്ട് അയാൾക്ക് കിട്ടുന്നത് ഒരു ക്വിന്റലിന് 1200. കേരളത്തിലെ കർഷകർക്ക് 2850. അത് ചില സമയത്ത് പ്രശ്നങ്ങളുണ്ടായി. നിങ്ങളൊന്ന് തിരിച്ചറിയേണ്ടത്, തെരഞ്ഞെടുപ്പിന് മുമ്പ് കേരളത്തിന് അവകാശപ്പെട്ട കാശ് നൽകാതെയും ഉടൻ തന്നെ ഇവിടെ UDF ആയാലും കോൺഗ്രസും BJP യോജിച്ച രീതിയിൽ ഒരു പ്രതിഷേധം LDFനെതിരെ കൊണ്ടുവരുന്ന തൊട്ടടുത്ത കർണാടകയിലെ സ്ഥിതി എന്താണ്? ഈ ചോദ്യങ്ങൾ ചോദിക്കേണ്ടത്. തൊട്ടടുത്ത കർണാടകയിലെ സ്ഥിതി എന്ത്? ആന്ധ്രാപ്രദേശിലെ സ്ഥിതി എന്താണ്? നെല്ല് സംഭരിക്കുന്നുണ്ടോ? മറ്റേതെങ്കിലും വിളകൾ സംഭരിക്കുന്നുണ്ടോ? എത്ര കൊടുത്ത് സംഭരിക്കുന്നു? ഇതാണ് സത്യാവസ്ഥ. കേരളത്തിൽ 1930കളിൽ ഉണ്ടായ സാഹചര്യം, ഒന്ന് പട്ടിണി മരണങ്ങളുടെയൊക്കെ സ്ഥിതി വെച്ച് നോക്കിയാൽ ഇന്നും ഇന്ത്യയിൽ കിസാൻ ലോങ് മാർച്ച് നടന്ന നാസിക് ടു മുംബൈ, നാസിക്കിലെയൊക്കെ സ്ഥിതി, ഒരു വർഷത്തിൽ മഹാരാഷ്ട്രയിൽ ഏകദേശം 21,000 കുട്ടികളാണ് പോഷകാഹാര കുറവ് കാരണം മരിച്ചു വീണത്. ഛത്തീസ്ഗഡിന്റെ, മധ്യപ്രദേശ്, ജാർഖണ്ഡ്, ഒഡീസയുടെ ഒക്കെ സ്ഥിതി ഇതിനേക്കാളും മോശം. ഒഡീസയിൽ ഞാൻ കഴിഞ്ഞ മാസം ഒഡീസയിൽ ബർഗഡ് എന്ന ഈ കലഹണ്ടി, ബൊലാംഗീർ ആ മേഖലയിൽ പോയി. ഈ മാങ്ങയുടെ അണ്ടി കഴിച്ചുകൊണ്ട് കുട്ടികൾ മരിക്കുന്നു. കഴിക്കാൻ ഭക്ഷണം ലഭിക്കുന്നില്ല എന്നൊരു സാഹചര്യം. അതാണ് സ്ഥിതി. ഡിജിറ്റൽ ഇന്ത്യ എന്ന് കൊട്ടിഘോഷിക്കുമ്പോഴാണ് ജാർഖണ്ഡിൽ സന്തോഷി ബാഗ് ദോ, ചോറ് തരൂ എന്ന് നിലവിളിച്ചുകൊണ്ട് മരിച്ചു വീണത്. ഈ സാഹചര്യം നിലനിൽക്കുമ്പോഴാണ് റേഷൻ വ്യവസ്ഥയെ ഇല്ലാതാക്കാനുള്ള ശ്രമവും നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഭക്ഷ്യസുരക്ഷ ഉറപ്പുവരുത്താൻ കേരളത്തിന്, പ്രത്യേകിച്ച് കണ്ണൂരും കാസർഗോഡും ഈ മലബാർ മേഖലയെ എടുത്താൽ മിക്ക ഗ്രാമങ്ങളിലും നെല്ലെടുപ്പ് സമരങ്ങൾ നടന്നിട്ടുണ്ട്. ഈ റേഷൻ വ്യവസ്ഥ 40കളിൽ റേഷൻ വ്യവസ്ഥ തുടങ്ങുന്നത് തന്നെ ഈ സമരങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. അപ്പൊ അത് മറ്റ് സംസ്ഥാനങ്ങളിൽ ആ രീതിയിൽ നടക്കുന്നില്ല. ഇതൊരു വിഷയം. ഇല്ല, നമ്മളിത് തീർച്ചയായിട്ടും ഓരോ സമരത്തെയും നമ്മൾ ഒരു അവലോകനം നടത്താറുണ്ട്. പക്ഷെ നമ്മൾ കേരളത്തെ ഒരു ചരിത്രം എടുത്തു നോക്കിയാൽ തന്നെ 1930കളിൽ ആരംഭിച്ച സമരങ്ങൾ, ഭൂമിക്ക് വേണ്ടിയുള്ള സമരം, ജന്മിത്വത്തിനെതിരെ സമരം, കൂലിക്ക് വേണ്ടി, പാട്ടകൃഷിക്കാരുടെ അവകാശങ്ങൾക്ക് വേണ്ടി, തൊഴിലാളികളുടെ അവകാശങ്ങൾ, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് വലിയ രീതിയിൽ ആ സമരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പാർട്ടിയുടെ അടിത്തറ വ്യാപിപ്പിക്കാൻ നമ്മൾക്ക് സാധിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് 57 ഒരു സർക്കാർ, EMS നയിച്ച സർക്കാർ വരുന്നത്. അപ്പോൾ ഈ 10 വർഷങ്ങളുടെ ഒരു സമരങ്ങൾ എടുത്തു നോക്കിയാൽ നിരന്തരം സമരമുഖത്താണ്, വളരെ റിസൾട്ട് ഓറിയന്റഡ് സമരം. ഞാനൊരു ഉദാഹരണം നിങ്ങളുടെ മുന്നിൽ വെക്കാൻ ഉദ്ദേശിക്കുന്നു. ചുരു എന്ന ഒരു ജില്ല, രാജസ്ഥാനിലെ ചുരു എന്നൊരു ജില്ല, ആ ചുരു ജില്ലയിൽ മാത്രം 2017-നും 2024-നും ഇടയിൽ 4200 കോടിയുടെ വിള ഇൻഷുറൻസ് ആണ് നമ്മൾ സമരം ചെയ്ത് നേടിയെടുത്തത്. അപ്പോൾ ഇത്രയും വലിയൊരു തുക നേടിയെടുക്കുമ്പോൾ തീർച്ചയായിട്ടും ആ സമരങ്ങളിലൊക്കെ ആൾക്കാർ പാർട്ടിയുടെ അടുത്തോട്ട് വരുന്നുണ്ട്, കർഷക സംഘത്തിലോട്ട് വരുന്നുണ്ട്. കഴിഞ്ഞ 5 വർഷത്തെ കർഷക സംഘത്തിന്റെ ഒരു മെമ്പർഷിപ്പ് എടുത്തു നോക്കിയാൽ 30 ലക്ഷത്തിലധികം വർധനവുണ്ട്.
അത് ഈ വർഷത്തും കൂടി ചേർത്താൽ ഏകദേശം 40 ലക്ഷത്തിന്റെ വർധനവുണ്ട്. അപ്പൊ നമ്മൾ ഒറ്റയടിക്ക് ഒരു സമരം കഴിയുമ്പോൾ ഉടനെ ഒരു തെരഞ്ഞെടുപ്പിൽ ഒരു മാറ്റം വരുമെന്നല്ല. ഈ സമരം നടത്തുന്നത് കർഷകരുടെയും കർഷക തൊഴിലാളികളുടെയും ജീവൻ മരണ വിഷയങ്ങളിൽ ഇടപെടുന്നതാണ്. നിരന്തരം ഇടപെടുമ്പോൾ അതിലൊരു മാറ്റവും വരുന്നു. ഇപ്പോൾ രാജസ്ഥാനിലെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് എടുത്ത് നോക്കിയാൽ 2 MLA-മാർ CPM രണ്ടും കർഷക സമരത്തിൽ നിന്ന് ഉയർന്നു വന്നത്. ബൽവാൻ പൂനിയ ആയാലും മറ്റേ ഗിരിധാരി മഹിയ ആയാലും രണ്ടുപേരും ഈ സമരത്തിൽ നിന്ന് ഉയർന്നു വന്നത്. സിക്കറിൽ ജയിച്ച അമ്രറാം അത് കർഷക സംഘത്തിന്റെ അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റാണ്. അവിടെ സമരത്തിന്റെ മുമ്പും CPM മാത്രമായി നിന്ന് മത്സരിച്ചപ്പോഴും അസംബ്ലിയിൽ ജയിച്ചിട്ടുണ്ട്. 4 പ്രാവശ്യം അസംബ്ലി മെമ്പറായിട്ടുണ്ട്. അത് ഈ സമരത്തിന്റെ അടിസ്ഥാനത്തിലാണ്. തീർച്ചയായിട്ടും നമ്മളൊക്കെ ഉദ്ദേശിക്കുന്ന ആ ഒരു വേഗത്തിൽ നമ്മൾക്ക് ഒരുപക്ഷെ പാർട്ടി വലിയ രീതിയിൽ ഒരു എക്സ്പാൻഷൻ നമ്മൾക്ക് കാണാൻ കഴിയില്ല. പക്ഷെ എനിക്ക് ഉത്തരാഖണ്ഡിലെ ചുമതലയുണ്ട്. ഉത്തരാഖണ്ഡിൽ ഥറാലി എന്ന ഗ്രാമം ഏകദേശം 3500 ഫീറ്റ് മുകളിലാണ്. ചുറ്റും മഞ്ഞ് മൂടിയ ഹിമാലയകളിൽ മഞ്ഞ് മൂടിയ ഒരു സ്ഥലം. അവിടം വരെ എത്തിപ്പെടാൻ തന്നെ നമ്മൾക്ക് എളുപ്പമല്ല. പക്ഷെ അവിടെയും ഒരു യോഗത്തിൽ ഒരു 300-400 ആൾക്കാർ പങ്കെടുക്കുന്ന രീതിയിൽ നമ്മൾക്ക് ഇന്ന് സാധിക്കുന്നുണ്ട്. പക്ഷെ മറ്റ് പാർട്ടികൾ ഇലക്ട്രൽ ബോണ്ടിനും മറ്റും ആയിരക്കണക്കിന് കോടി വാങ്ങിക്കുന്നവർ ഹെലികോപ്റ്ററിൽ കയറും. ഞാൻ കേദാർനാഥിലൊരു പൊതുയോഗം കഴിഞ്ഞിട്ട് ഥറാലിയിലെത്താൻ 8 മണിക്കൂർ ഥറാലിന്റെ ബേസിലെത്തി. ബേസിൽ നിന്ന് രാവിലെ 6 മണിക്ക് യാത്ര ആരംഭിച്ച് ഒരു സ്ഥലം വരെ ഒരു ഹൈറ്റ് വരെ എത്തി. അവിടുന്ന് 4 കിലോമീറ്റർ നടന്നു പോയി എത്തുന്ന സമയത്ത് അവര് 10 മിനിറ്റിനുള്ളിൽ ഹെലികോപ്റ്ററിൽ ഇറങ്ങുന്നു. ഈ ചില വിഷയങ്ങളുണ്ട്. അപ്പോൾ അത് രാഷ്ട്രീയമായ വിഷയങ്ങൾ മാത്രമല്ല, ഇന്ന് വലിയ രീതിയിൽ കോർപ്പറേറ്റ് കമ്പനികളുടെ സഹായത്തോടെയാണ് മറ്റ് രാഷ്ട്രീയ പ്രത്യേകിച്ചും BJP-യും കോൺഗ്രസും മറ്റ് ചില പാർട്ടികളും പ്രവർത്തിക്കുന്നത്. അപ്പോൾ മഹാരാഷ്ട്രയുടെ കാര്യമായാലും അവിടെയും ഈ സമരങ്ങൾ നടന്ന സ്ഥലങ്ങളിൽ വിനോദ് നിക്കോലെ എന്ന പാൽഗഡിൽ നമ്മളെ ഒരു MLA ഉണ്ട്. കർഷക സമരത്തിൽ മുൻനിരയിൽ നിന്ന ഒരു സഖാവാണ്. അപ്പം അങ്ങനെ വരും ദിവസങ്ങളിൽ ഈ 10 വർഷങ്ങളിൽ നടന്ന സമരങ്ങളുടെ ഒരു കൺസോളിഡേഷൻ ആയിരിക്കും ഇനി വരുന്ന സമയം. അത് ഒരു രാഷ്ട്രീയ മാറ്റത്തിനും വഴിയൊരുക്കും എന്നാണ് എൻ്റെ അല്ല. കോൺഗ്രസ് അവരൊരു കമ്മിറ്റ്മെന്റ് ഈ സമരത്തിൽ തന്നെ എത്രത്തോളം ഉണ്ട് എന്നുള്ളതൊരു ക്വസ്റ്റ്യൻ മാർക്കാണ്. ഒരു ഉദാഹരണം എടുത്താൽ ഡൽഹിയിൽ നിന്ന് ഒരു 2 മണിക്കൂർ അകലെയാണ് മേവാത്ത് എന്ന പ്രദേശം. ഈ മേവാത്തിലാണ് ഗോരക്ഷയുടെ പേരിൽ നിരന്തരം മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട കർഷകർ കൊല്ലപ്പെടുന്നത്. പെഹ്ലു ഖാൻ കൊല്ലപ്പെട്ടു, റേബർ ഖാൻ, ഉമർ ഖാൻ, ജുനേദ്, ഇതിനടുത്ത് നാസിർ ഒരു വണ്ടിയിൽ ചുട്ടുകൊല്ലുകയായിരുന്നു. തൊട്ടടുത്ത് സഹറൻപൂരിൽ 2 പേര് കൊല്ലപ്പെട്ടു. ഒരു സ്ഥലത്തും കോൺഗ്രസിന്റെ നേതാക്കൾ ആരും തന്നെ പോയിട്ടില്ല. ഹിന്ദു വോട്ട് ബാങ്കിൽ ഒരു വിള്ളൽ ഉണ്ടാവുമോ എന്നൊരു ഭയമാണ്. അങ്ങനെ ഒരു ഫാസിസ്റ്റ് ശക്തിയോട് ഏറ്റുമുട്ടുമ്പോൾ അങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ച ഒരു മൃദു ഹിന്ദുത്വ സമീപനം സ്വീകരിച്ചാൽ ഒരിക്കലും നമ്മൾക്ക് അതിനെതിരെ വിജയിക്കാൻ സാധിക്കില്ല. ആ തിരിച്ചറിവ് കോൺഗ്രസിനുണ്ടായാൽ അവർക്ക് നൽകും. ഈ സമരത്തിൽ BJP-ക്കെതിരെയുള്ള സമരത്തിൽ ഒരു വിജയം നേടണമെങ്കിൽ അത് അത്യാവശ്യമാണ്. ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും വലിയ പ്രതിപക്ഷം എന്ന രീതിയിൽ കോൺഗ്രസ് തന്നെയാണ്. പക്ഷെ അങ്ങനെ ഒരു നിലപാട് അവർ സ്വീകരിക്കുന്നില്ല. അതാണ് ഈ വീഴ്ചകൾക്കും ഈ തോൽവികൾക്കും കാരണം. അല്ല, അത് LDF സർക്കാർ വീണ്ടും ചർച്ചയ്ക്ക് തയ്യാറെന്ന ഒരു നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. മന്ത്രി
സഖാവ് വീണ ജോർജും ചർച്ച നടത്തിയിട്ടുണ്ട്. പക്ഷെ നമ്മളൊന്ന് കാണേണ്ടത് ഈ ആശാ വർക്കേഴ്സിന്റെ സമരം എന്ന് ഇവിടെ നയിക്കുന്നവർ, അതിൽ സുരേഷ് ഗോപിയൊക്കെ പോയി ഐക്യദാർഢ്യം സൂചിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ കാണേണ്ടത് അവര് SUCI ആയിട്ട് ബന്ധപ്പെട്ട ഒരു സംഘടന. ഈ സംഘടന AIKKMS അഖിലേന്ത്യാ തലത്തിൽ 10 കേന്ദ്രീയ ട്രേഡ് യൂണിയൻസിന്റെ ഭാഗമാണ്. നമ്മളുടെ ഒപ്പം ആ സമരത്തിലുള്ളതാണ്. എന്തുകൊണ്ട് ആ 10 കേന്ദ്രീയ ട്രേഡ് യൂണിയൻസിന്റെ ഒരു സംഘടനയും ഈ സമരത്തിൽ ഇവിടെ ഇല്ല? അവർക്ക് നല്ല തിരിച്ചറിവുണ്ട്. ഇത് കേന്ദ്ര സർക്കാരിന്റെ ഒരു സ്കീമാണ്. അതിൽ കേന്ദ്ര സർക്കാർ നൽകേണ്ട തുക അത് നൽകാൻ തയ്യാറില്ല. തൊഴിലാളികളായിട്ട് അംഗീകരിക്കണമെന്നാണ് നമ്മൾ മുന്നോട്ട് വെക്കുന്ന ആവശ്യം. വലിയ സമരം അതിന് ഡൽഹിയിൽ നടത്തണം. ഡൽഹിയിൽ ഒരു സമരത്തിന് അവർ തയ്യാറാണെങ്കിൽ നമ്മൾ അവരുടെ കൂടെ യോജിച്ച ഒരു സമരത്തിന് തയ്യാറാണ്. അതിനവർ തയ്യാറല്ല. അതിനൊരു ലക്ഷ്യമുണ്ട് എന്നാണ് നമ്മൾ കാണുന്നത്. എന്തുകൊണ്ട് അവർ ഇടതുപക്ഷ സർക്കാരിന് എതിരെ ഈ സമരം ഇപ്പൊ തൊട്ടടുത്ത കർണാടകയിലും ആന്ധ്രാപ്രദേശിലും മറ്റുമില്ല ഈ ആശാ വർക്കേഴ്സിന് എത്ര കിട്ടുന്നുണ്ട് ഇതില്ല നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. എവിടുന്നോ സിക്കിമിന്റെ ഒരു കാര്യം എടുത്ത് എത്ര പേരാണ് സിക്കിമില് ആശാ വർക്കേഴ്സ് ആയിട്ടില്ലെന്നും നമ്മൾ കാണേണ്ടതുണ്ട്. അപ്പോ ഇത് അവരെ തൊഴിലാളികളായിട്ട് അംഗീകരിക്കണം. തൊഴിലാളികളായിട്ട് അംഗീകരിച്ച് ആ മിനിമം വേജ് എന്താണ് അത് അവർക്ക് നൽകണം എന്ന നിലപാടാണ് ഇടതുപക്ഷത്തിന്. CPM ആ നിലപാടാണ്. CITU നിരവധി സമരങ്ങൾ നടത്തുന്നുണ്ട്. ആശാ വർക്കേഴ്സ് ഫെഡറേഷൻ, ആശാ അംഗൻവാടി വർക്കേഴ്സ് ഫെഡറേഷൻ സമരങ്ങൾ ഒരു കഴിഞ്ഞ മാസം 13-ാം തീയതിയോ മറ്റോ താൽക്കട്ടോറ സ്റ്റേഡിയത്തിൽ ആയിരക്കണക്കിന് ആൾക്കാർ അണിനിർത്തിക്കൊണ്ട് ഒരു കൺവെൻഷൻ ഉണ്ടായി. ആ സമരം BJP സർക്കാരിനെതിരെ ഈ തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനും ഇത് വോളണ്ടറി സ്റ്റാഫ് അല്ല, ഓണററി വർക്കേഴ്സ് അല്ല, വർക്കേഴ്സാണ്, തൊഴിലെടുക്കുന്നവരാണ്. അവർക്ക് അതിൻ്റെ അവകാശം എല്ലാ റൈറ്റ്സ് എന്താണ് ഒരു വർക്കർ എന്ന രീതിയിൽ അത് നൽകണം എന്ന ഉറച്ച വിശ്വാസമാണ് CPIM-നുള്ളത്. അതിനുവേണ്ടി ഒരു യോജിച്ച സമരത്തിന് ഡൽഹിയിലാണ് ആ സമരം വേണ്ടത്. ആ സമരത്തിന് അവർ തയ്യാറാണെങ്കിൽ നമ്മളും അതിന് തയ്യാറാണ്. ഇല്ല, ഈ എല്ലാ അല്ല ആ എല്ലാ വിഷയത്തിലും എനിക്ക് തോന്നുന്നില്ല ഞാൻ ഒരു ഇവിടെ പരാമർശിക്കേണ്ടതുണ്ട്. ഒന്ന്, നമ്മൾ ഈ ഇരിക്കുന്ന എല്ലാവർക്കും, ഈ മുറിയിലിരിക്കുന്ന എല്ലാ മാധ്യമ പ്രവർത്തകർക്കും അറിയാം അവരുടെ സമരത്തിൽ ഇവിടെയല്ല നടത്തേണ്ടത്, അത് ഡൽഹിയിലാണ് നടത്തേണ്ടത്. എല്ലാവർക്കും നല്ല ബോധമുണ്ട്. പക്ഷെ അത് അവർ പറയാൻ തയ്യാറില്ല. എന്തുകൊണ്ട് പറയാൻ തയ്യാറില്ല? അതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അത് ഞാൻ മാധ്യമ പ്രവർത്തകരെയല്ല പറഞ്ഞത്. ആരാ ഈ മാധ്യമങ്ങളെ നിയന്ത്രിക്കുന്നത് എന്നതില്ല വലിയൊരു കാര്യം കൂടിയാണ്. ഈ സമരം ഈ സമരം ഒത്തുതീർപ്പ് അഥവാ എന്തെങ്കിലും ഒത്തുതീർപ്പായാൽ മറ്റൊരു സമരം ഉയർന്നു വരും, വീണ്ടും ഒരു സമരം ഉയർന്നു വരും. പക്ഷെ ഇത് കേന്ദ്രം കേരളത്തിന് അവകാശപ്പെട്ട ഫൈനാൻഷ്യൽ റിസോഴ്സസ് നൽകാതിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ്. അതിനെതിരെ നിങ്ങളെയൊക്കെ അവകാശമാണ് തട്ടിയെടുക്കുന്നത്, കേരള ജനതയുടെ അവകാശമാണ് തട്ടിയെടുക്കുന്നത്. ആ കേരള ജനത ഒറ്റക്കെട്ടായിട്ട് കേന്ദ്രത്തിനെതിരെ സമരം ചെയ്യാൻ വേണ്ട, BJP സർക്കാരിനെതിരെ അതാ ചെയ്യേണ്ടത്. അല്ല, നമ്മളൊരു സമരത്തിൽ അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. സെൻട്രൽ ഗവൺമെന്റ് സ്റ്റാഫ്, ഇവിടെയും സെൻട്രൽ ഗവൺമെന്റ് ഓഫീസർ, സെൻട്രൽ ഗവൺമെന്റ് സ്റ്റാഫ് കേരള സർക്കാരിനെതിരെ ഒരു സമരം നടത്തിയിട്ട് നിങ്ങളത് ഒത്തുതീർപ്പാക്കണം എന്ന് പറഞ്ഞാൽ നടക്കില്ലല്ലോ. അത് കേന്ദ്രത്തിലാണ് സമരം ചെയ്യുന്നത്. ഇവിടെ ആ സമരം നമ്മൾ പറയുന്നത് ഈ CPIM നയിക്കുന്ന LDF സർക്കാരിന് അനുകൂലമായി നിൽക്കുന്ന CITU ആയാലും അഖിലേന്ത്യാ കിസാൻ സഭ ആയാലും നമ്മളൊക്കെ ആ സമരത്തിൽ അവിടെ തയ്യാറാണ്. അവരുടെ കൂടെ യോജിച്ച സമരത്തിന് തയ്യാറാണ്.
പക്ഷെ അവർ തയ്യാറല്ല. അവര് തൊട്ടടുത്ത കർണാടകയിൽ അവരുടെ സംഘടന സമരം നടത്തുന്നില്ല. എന്തുകൊണ്ട് നടത്തുന്നില്ല? ഇവിടെ തെരഞ്ഞെടുപ്പ് അടുത്ത് വരാനുണ്ട്. ആണോ? അതാണോ കാരണം? അവരോട് ചോദിക്കണം. എന്താണ് കാരണമെന്ന് അവരോട് ചോദിക്കണം. നമ്മൾ ഒരു സെൻട്രൽ സ്കീമിൽ സെൻട്രൽ സ്കീമിൽ കേന്ദ്ര സർക്കാർ നൽകേണ്ട, കേന്ദ്ര സർക്കാർ തൊഴിലാളികൾ എന്ന് അംഗീകരിക്കേണ്ട ഈ ആശാ വർക്കർമാരെ അംഗീകരിക്കാതെ ഇരിക്കുന്ന കേന്ദ്ര സർക്കാർ. പക്ഷെ അവർക്കെതിരെ ഒന്നും പറയാനില്ല. അവരുടെ മന്ത്രി ഇവിടെ വന്ന് ഐക്യദാർഢ്യം പറഞ്ഞ അതിലൊരു ഇരട്ടത്താപ്പില്ലേ? ചില സ്ഥാനങ്ങൾ ലഭിക്കാത്തവർക്ക് അമർഷമുണ്ട് എന്ന് അണികൾ, അവരെ അനുകൂലിക്കുന്ന അണികൾ എന്ന രീതിയിൽ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ അത്തരം അഭിപ്രായ പ്രകടനം ഉണ്ടാകുന്നു. അതിനെ തള്ളി പറഞ്ഞുകൊണ്ട് ആ നേതാവ് ഇതുവരെ രംഗത്ത് വന്നില്ല എന്നുള്ളൊരു വശം അപ്പുറത്ത് നോക്കുന്നു. ഇത് CPM-ൽ നല്ലൊരു പ്രവണതയാണോ? അങ്ങനെ വർദ്ധിച്ചു വരുന്നത് എന്താണ് അങ്ങയുടെ അഭിപ്രായം? CPM-ന്റെ ഒരു ലീഡർഷിപ്പ് എന്ന് പറഞ്ഞാൽ കലക്റ്റീവ് ഫങ്ഷനിങ് ആണ്. എല്ലാവരും ഈ കേന്ദ്ര കമ്മിറ്റിയാണ് രണ്ട് പാർട്ടി കോൺഗ്രസിനിടയിൽ ഏറ്റവും വലിയ കമ്മിറ്റി. പോളിറ്റ് ബ്യൂറോനേക്കാളും വലിയ കമ്മിറ്റി കേന്ദ്ര കമ്മിറ്റിയാണ്. അപ്പോൾ അതിൽ ഏതോ ഒരു വ്യക്തിക്ക് വലിയ രീതിയിൽ ഒരു സ്വാധീനം, വ്യക്തി ആലോചിക്കുന്ന രീതിയിൽ തന്നെ എല്ലാം നടക്കും എന്ന രീതിയിലല്ല പാർട്ടി മുന്നോട്ട് പോകുന്നത്. അത് മുമ്പും വളരെ നവരത്നമാർ ഉണ്ടായപ്പോഴും കേന്ദ്ര കമ്മിറ്റി അല്ലെങ്കിൽ ഒരു സംസ്ഥാനത്താണെങ്കിൽ സംസ്ഥാന കമ്മിറ്റിയാണ് തീരുമാനിക്കുന്നത്. അപ്പോൾ വ്യക്തി ആരാധന എന്ന രീതിയിൽ അത് ഒരിക്കലും നമ്മൾ പ്രോത്സാഹിക്കുന്ന ഒരു രീതിയല്ല, നമ്മളുടെ ഒരു രീതിയല്ല അത്. പക്ഷെ സ്വാഭാവികമായിട്ടും അണികളിടയിൽ എല്ലാവരും ഒരു പാർട്ടി കാഡർ എന്ന രീതിയിലായിരിക്കില്ല. പാർട്ടിയുടെ അതേ ഒരു കോൺഷ്യസ്നെസ്, ഉയർന്ന ഒരു കോൺഷ്യസ്നെസ് ലെവൽ ഉണ്ടാവണമെന്നില്ല. അപ്പോൾ അങ്ങനെ ചിലത് കാണും. അപ്പോൾ ഈ ഓരോ വിഷയം സംഭവിക്കുമ്പോഴും അതിൽ ഏതെങ്കിലും ഒരു നേതാവിന്റെ ഫോട്ടോ ഉണ്ട് എന്ന് വെച്ച് ഉടനെ അതിനെതിരെ എന്തെങ്കിലും സംസാരിക്കണമെന്നില്ല. പക്ഷെ CPM-ന്റെ മുതിർന്ന നേതാക്കളായ തീർച്ചയായിട്ടും ഈ നാട്ടിൽ വളരെയേറെ ആദരിക്കപ്പെടുന്ന, സ്നേഹിക്കപ്പെടുന്ന നേതാക്കളായാലും അവർ ഈ ഓരോ വിഷയത്തിലും ഇങ്ങനെ അതിനെതിരെ സംസാരിക്കണം എന്നില്ല. അവരുടെ നിലപാട് എന്താണ് എന്ന് പാർട്ടിക്കും അറിയാം, പാർട്ടി മെമ്പർമാർക്കും അറിയാം.